ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വോയിസ് ടൈപ്പിംഗ്, അതായത് മലയാളം വോയിസ് ടൈപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അതിന് തന്നെ പരിചയപ്പെടുത്തുന്നത് ലൈവ് ട്രാൻസ്ക്രൈബ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. അത് പ്ലേ സ്റ്റോറിൽ നിങ്ങൾ പോവുക, എന്നിട്ട് ലൈവ് ട്രാൻസ്ക്രൈബ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യുക. ഓക്കെ, അത് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. മോർ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾക്ക് കാണാം ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് സൈസ്, അതായത് നിങ്ങൾക്ക് ടെക്സ്റ്റ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് വരുന്ന ടെക്സ്റ്റ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാം മൈക്രോഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് മൈക്രോഫോൺ ഏതാണോ ഡിക്റ്റേറ്റ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഞാൻ ഇയർഫോൺ കണക്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ വയർഡ് ഹെഡ്ഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഓട്ടോ ഡിക്റ്റേറ്റ് ആണ്, ഓട്ടോ ഡിക്റ്റേറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ മൈക്കിലോ അല്ലെങ്കിൽ വയർഡ് ഹെഡ്ഫോൺ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്കോ മാറിക്കോളും. പിന്നെയുള്ള ഓപ്ഷൻ പ്രൈമറി ലാംഗ്വേജ്, സെക്കൻഡറി ലാംഗ്വേജ് എന്ന ഓപ്ഷനാണ്. ഓക്കെ, പ്രൈമറി ലാംഗ്വേജിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ലാംഗ്വേജാണ്. ഞാനിപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജാണ് പ്രൈമറി ലാംഗ്വേജ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയെങ്കിൽ മലയാളം ആഡ് ചെയ്യണമെങ്കിൽ മലയാളം എടുക്കാം. ഓക്കെ, സെക്കൻഡറി ലാംഗ്വേജ് ഞാനിപ്പോൾ മലയാളമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മലയാളം കൂടാതെ ഹിന്ദി, ഇംഗ്ലീഷ് വേറെ കുറേ ലാംഗ്വേജസ് ഉണ്ട്. ഹിന്ദി, അതേപോലെ തന്നെ തമിഴ്, മറാത്തി, ഓക്കെ, അങ്ങനെ ഇഷ്ടംപോലെ തെലുങ്ക്, കന്നഡ എന്നെല്ലാം പറഞ്ഞ ലാംഗ്വേജ് നിങ്ങൾക്ക് കാണും. ഓക്കെ, പിന്നെ പ്രധാനമായിട്ട് സേവ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ ടൈപ്പ് ചെയ്ത് വന്ന സാധനം സേവ് ചെയ്യേണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 3 ദിവസം വരെ സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് തന്നെ ഡിലീറ്റ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റൂ. ഓക്കെ, പിന്നെ ഡിലീറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഹിസ്റ്ററിയൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടെങ്കിൽ മുൻപ് ടൈപ്പ് വെച്ച ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യേണ്ടെങ്കിൽ ഡിലീറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ മതി. ഇനി ഇതിൽ പ്രധാനമായിട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഷോ ഹോൾഡ് ബട്ടൺ. അതായത് നിങ്ങൾക്ക് ഒരു ട്രാൻസ്ക്രിപ്ഷൻ, അതായത് നമ്മൾ വോയിസ് ടൈപ്പിംഗ് എനാബിൾ ഡിസേബിൾ ചെയ്യുന്ന ഒരു ബട്ടണാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അത് പോസ് ചെയ്ത് വെക്കാം. നിങ്ങൾ സംസാരിക്കുമ്പോൾ മാത്രം ചെയ്താൽ മതിയെങ്കിൽ അത് പോസ് ചെയ്ത് വെക്കേണ്ട ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഹോം സ്ക്രീനിലേക്ക് പോവാണ്. അതിന് മുമ്പായിട്ട് ഹോം സ്ക്രീനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് അവിടെ എഴുതി കാണിക്കുന്നതായിരിക്കും. ഓക്കെ, എന്താ കാണിക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ മൈക്രോഫോണ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ലൈവ് ട്രാൻസ്ക്രൈബ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഓൾറെഡി യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വേറൊരു ഈ ആപ്ലിക്കേഷനിൽ ഇത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ ഗൈസ്, ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു മംഗ്ലീഷ് കീബോർഡാണ്. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് വോയിസ് ടൈപ്പിംഗ് എനാബിൾ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിലേക്ക് കയറുക, എന്നിട്ട് മംഗ്ലീഷ് കീബോർഡ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം മലയാളം കീബോർഡ് എന്ന് പറഞ്ഞിട്ടൊരു കീബോർഡിൻ്റെ ആപ്ലിക്കേഷൻ വന്ന് കാണാം. അപ്പോൾ അതിൽ മാനേജിലുള്ള അക്ഷരമുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഉണ്ടാവുക. അത് ഇൻസ്റ്റാൾ ചെയ്യുക, അതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ചൂസ് മംഗ്ലീഷ് കീബോർഡ്. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി ഒരു കീബോർഡ് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ കീബോർഡ് മാറ്റി മംഗ്ലീഷ് ഈ ഒരു ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ആ കീബോർഡിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, നിങ്ങൾക്ക് മേലെ ഒരു പ്രിവ്യൂ കാണാം, ചേഞ്ച് കീബോർഡ്. അപ്പം മംഗ്ലീഷ് എന്ന് പറഞ്ഞ കീബോർഡാണ് നമ്മൾ അതിന് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ചൂസ് മംഗ്ലീഷ് കീബോർഡ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, കണ്ടോ മംഗ്ലീഷ് കീബോർഡ്, അത് സെലക്ട് ചെയ്യുക. ഇത് അടുത്ത സ്റ്റെപ്പിൽ കസ്റ്റമൈസ് കീബോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഈ കസ്റ്റമൈസിലാണ് നമ്മളെ വോയിസ് ടൈപ്പിങ്ങും അതേപോലെ തീം ചേഞ്ച് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം.
പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം തീം അങ്ങനെ ഓരോ ഓപ്ഷൻ കാണുന്നുണ്ട്, സെറ്റിങ്സ്. അതിൻ്റെ താഴെ കാണാം വോയിസ് ടൈപ്പിംഗ് എന്ന് പറഞ്ഞിട്ടാണ്. ഈ വോയിസ് ടൈപ്പിങ്സ് എടുക്കുക. വോയിസ് ടൈപ്സ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഓപ്ഷൻ കാണാം. ഓക്കെ, അതിൻ്റെ ഒരു റിവ്യൂ ഇവിടെ കാണാം നിങ്ങൾക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഫസ്റ്റ് എന്താണ് വേണ്ടത്? കീബോർഡ് തുറന്ന് മൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, സംസാരിക്കൂ എന്ന് കാണിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് എഴുത്തായി മാറും. തെറ്റുകൾ തിരുത്താൻ അടിവരയിട്ട വാക്കുകളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് എനാബിൾ ചെയ്യാം. എനാബിൾ വോയിസ് ടൈപ്പിംഗ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന അലോ മംഗ്ലീഷ് കീബോർഡ് ടു റെക്കോർഡ് ഓഡിയോ, അതായത് മംഗ്ലീഷ് കീബോർഡ് ഓഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള പെർമിഷൻ അലോ ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓൺലി ദിസ് ടൈം വേണ്ടി കൊടുക്കാം. വൈൽ യൂസിങ് ദിസ് ആപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനും കൊടുക്കാം. അല്ലെങ്കിൽ ഡിനേ ചെയ്താൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റും. അതായത് വോയിസ് ടൈപ്പിംഗ് ഉപയോഗിക്കാൻ പറ്റില്ല. ഓൺലി ദിസ് ടൈം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യം ഒറ്റ തവണ മാത്രം ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു ടൈമിൽ മാത്രം, ഈ ഒരു കീബോർഡ് ക്ലോസ് ചെയ്യുന്നവരെ മാത്രം ഉപയോഗിക്കാൻ പറ്റും. വൈൽ യൂസിങ് ദി ആപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെപ്പോഴൊക്കെ നമ്മൾ ഈ കീബോർഡ് യൂസ് ചെയ്യുന്നു അപ്പോഴെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഈ ഒരു വോയിസ് ടൈപ്പിംഗ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ എന്തായിരുന്നു വൈൽ യൂസിങ് ദി ആപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം വോയിസ് ടൈപ്പിംഗ് ഈസ് എനാബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്നിട്ട് നമ്മളൊരു നോട്ട് പാഡോ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനുണ്ടാകുന്ന ഒരു ആപ്ലിക്കേഷൻ എടുക്കാം. ഞാനിപ്പം നിങ്ങൾക്ക് വേണ്ടി വാട്സപ്പ് എടുക്കാം, അല്ലെങ്കിൽ വേറെ ഫേസ്ബുക്കോ എന്ത് വേണ്ടി, ഇൻസ്റ്റാഗ്രാമോ ഏത് വേണ്ടിക്ക് എടുക്കാം. ഞാനിപ്പം സാംസങ് നോട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് എടുക്കുന്നത്. ഓക്കെ, അതിലൊരു പുതിയൊരു നോട്ട് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇനിയൊക്കെയാണ് ഇവിടെ ഒരു മൈക്കിൻ്റെ, അതായത് റൈറ്റ് സൈഡിൽ കീബോർഡിൻ്റെ കോർണറിലായിട്ട്, ടോപ്പ് കോർണറിലായിട്ടൊരു മൈക്കിൻ്റെ ഐക്കൺ കാണാം. ഓക്കെ, അത് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സംസാരിക്കാം. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തോ. കാണാം. ഇപ്പം നിങ്ങൾക്കാണ് ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ഇംഗ്ലീഷ് ലെറ്റേഴ്സാണ് വന്നത്. അപ്പം മലയാളത്തിലേക്ക് മാറ്റാൻ വേണ്ടി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കോർണറിൽ ടോപ്പ് കണ്ടോ, കീബോർഡിൻ്റെ മാ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, അപ്പം മാ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? നിങ്ങൾ മൈക്ക് ബട്ടൺ അമർത്തി പിടിക്കുക. പറയുന്ന എഴുതും. ഓക്കെ, കണ്ടോ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവിടെ കറക്റ്റായിട്ട് മലയാളത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു യൂസ്ഫുള്ളായിട്ടൊരു ആപ്പാണ്. അതുകൂടാതെ നിങ്ങൾക്ക് താഴെ മലയാളത്തിൽ ടൈപ്പ് ചെയ്യണം, അതായത് വോയിസ് ടൈപ്പിംഗ് അല്ല, നിങ്ങൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മംഗ്ലീഷ് ടൈപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ മലയാളം ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതായത് ഞാനിപ്പം എൻ്റെ എന്ന് ടൈപ്പ് ചെയ്യേണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാം മാ എന്ന് പറഞ്ഞിട്ടൊരു എനാബിൾ, സ്പേസ് ബാറിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡായിട്ട് ഒരു മാ എന്ന് പറഞ്ഞിട്ട് അത് എനാബിൾ ചെയ്യിക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് എനാബിളായിട്ട് വരും. എന്നിട്ട് നിങ്ങൾ ഇപ്പം എൻ്റെ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ENTE എൻ്റെ കണ്ടോ, അവിടെ സജഷൻ വന്നു. അത് സെലക്ട് ചെയ്തേരെ എൻ്റെ എന്ന് പറഞ്ഞുള്ള എൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് അവിടെ എഴുതി വന്നു. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക.